ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വേപ്പിലക്കട്ടി. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അതിന് 2 തേങ്ങ ചിരകിയത്, 8 വറ്റൽമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി, അതിനാവശ്യമായിട്ടുള്ള കറിവേപ്പില. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ആദ്യം തേങ്ങ ഇടുക. തേങ്ങ ആദ്യം നല്ലതുപോലെ വറുക്കണം. അത് നല്ല കൈ എടുക്കാതെ നമ്മൾ വറുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നല്ലപോലെ ഇത് വറുത്തതിന് ശേഷം വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പില കുറച്ചും കൂടെ ഒരു കൈ വറുത്ത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇത് നല്ലതുപോലെ വറുത്ത് എടുക്കണം, അല്ലെങ്കിൽ രോഗം വരും. അടുത്തതായിട്ട് കറിവേപ്പില ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്ത് കറിവേപ്പില ഒരു 6 പിടി ഞാനിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ലപോലെ മൂത്ത് വരണം, എന്നാലും നമുക്കത് വേപ്പിലക്കട്ടി തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഇഞ്ചി ആഡ് ചെയ്യുക. ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. നല്ലപോലെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് കരിയും. എല്ലാം നല്ലതുപോലെ മൂത്താലേ നമുക്കിത് ചമ്മന്തിക്ക് പൊടിക്കാൻ പറ്റുള്ളൂ. അടുത്തതിനകത്തോട്ട് മുളക് ആഡ് ചെയ്യാം. 8 മുളകാണ് ഞാൻ എടുത്തത്, അതിനകത്ത് ആഡ് ചെയ്യാം. വറ്റൽമുളക് ആയതുകൊണ്ട് ഭയങ്കര എരിവായിരിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാലും ഞാൻ 8 മുളക് ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ് ഇതിനകത്തോട്ട് പുളി ആഡ് ചെയ്യുകയാണ്. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി അതിൻ്റെ പരുവത്തിൽ മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് തേങ്ങ എല്ലാം ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. അത് ഇനി ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇനി ഉപ്പ് ആഡ് ചെയ്യുകയാണ്. 1 സ്പൂൺ ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്തു. ഉപ്പ് ഡ്രൈ ആയി വരുമ്പോഴത്തേനും ഇതിൻ്റെ കൂടെ മിക്സ് ആവുകയാണ്. ഇനി ഞാൻ ഓഫാക്കുകയാണ്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞ് മിക്സിയിലിട്ട് അടിക്കണം. ഇനി നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കാൻ പോവുകയാണ്. വേപ്പിലക്കട്ടി റെഡി. മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കൂടുതൽ ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിൽ ഇത് ഇട്ട് വെച്ചിരുന്നാൽ 1 മാസം വരെ ഇരിക്കും. ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നല്ലത്.